സാമ്പത്തിക പ്രതിസന്ധിക്കുള്ള പരിഹാര നിർദ്ദേശങ്ങളും ഉണ്ടാകും. രാവിലെ 8-ന് ചേരുന്ന മന്ത്രിസഭാ യോഗം ധവളപത്രത്തിന് അന്തിമ അംഗീകാരം നൽകും. സമഗ്ര പരിഷ്കാരത്തിന് റിപ്പോർട്ടിൽ ശുപാർശയെന്നും സൂചന. വിവരങ്ങളുമായി അപർണ KS ചേരുന്നു. അപർണ, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞ നിർണായകമായ ദിവസം ഇന്നാണ്. ധവളപത്രം ഇന്ന് നിയമസഭയിൽ വെക്കുകയാണ്. അത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ കോലിളക്കത്തിനെല്ലാം സാധ്യതയുണ്ട്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ദീപ്തി, സംസ്ഥാനത്തിന്റെ നിലവിലെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള ധവളപത്രമാണ് ഇന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി VD സതീശൻ വെക്കുക. KM ചന്ദ്രശേഖർ അധ്യക്ഷനായ സമിതി തയ്യാറാക്കിയ ധവളപത്രത്തിൽ സാമ്പത്തിക പ്രതിസന്ധിക്കുള്ള പരിഹാര നിർദ്ദേശങ്ങളും ഇത്തരത്തിൽ ഉണ്ടാകും. മുൻ ക്യാബിനറ്റ് സെക്രട്ടറിയായ KM ചന്ദ്രശേഖർ അധ്യക്ഷനായ വിദഗ്ധ സമിതിയാണ് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി പരിശോധിച്ച് ഇത്തരത്തിൽ ധവളപത്രം തയ്യാറാക്കിയിരിക്കുന്നത്. സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് ഡയറക്ടർ D വീരമണി, മുൻ DCS ഡയറക്ടർ D നാരായണൻ എന്നിവരാണ് സമിതിയിലെ മറ്റ് അംഗങ്ങൾ എന്ന് പറയുന്നത്. ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാലാണ് സമിതിയുടെ കൺവീനറായി പ്രവർത്തിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള ധവളപത്രം ഇറക്കുമെന്ന് UDF തെരഞ്ഞെടുപ്പിന്റെ വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു. സർക്കാർ രൂപീകരണത്തിന് ശേഷം ധനവകുപ്പിന്റെ കൂടി ചുമതലയുള്ള മുഖ്യമന്ത്രി ഈ കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടെ സർക്കാരിന്റെ വരുമാന ചിലവ് കണക്കുകൾ, വരുമാന ചോർച്ച, നികുതി പിരിവിലെ പിഴവുകൾ തുടങ്ങിയ വിഷയങ്ങളെ കുറിച്ച് വിശദമായ വിവരങ്ങളായിരിക്കും ധവളപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകുക എന്നാണ് ലഭ്യമാകുന്ന വിവരം. പിന്നെ വിവിധ പദ്ധതികൾക്കായി കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിച്ച ഫണ്ടുകളുടെ വിനിയോഗം, ഫണ്ട് വകമാറ്റി ചിലവഴിച്ചതിന്റെ വിവരങ്ങൾ, കൂടാതെ തന്നെ ധനകാര്യ മാനേജ്മെന്റിലെ വീഴ്ചകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഇത്തരത്തിൽ റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്നുണ്ട്. കൂടാതെ തന്നെ LDF കാലത്തെ ധനസ്ഥിതി സംബന്ധിച്ച് ധവളപത്രം ഇറക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ സഭയിൽ പറഞ്ഞിരുന്നത്. അതിന് മറുപടിയായി പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നത് ധവളപത്രം എന്ന ഉമ്മാക്കി കാട്ടി വായടുപ്പിക്കാൻ ശ്രമിക്കേണ്ട എന്നൊക്കെയായിരുന്നു. വിലക്കയറ്റം സംബന്ധിച്ച് അടിയന്തര പ്രമേയ വേളയിലായിരുന്നു ഇത്തരത്തിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള ഒരു വാക്പോരൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ധവളപത്രം ഇന്ന് സഭയിൽ മുഖ്യമന്ത്രി VD സതീശൻ വെക്കുകയാണ്. ഇപ്പോൾ അത് ഇനിയും അത് വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ദീപ്തി, ശരി. എന്നാലും സംസ്ഥാനത്തിന്റെ നിലവിലെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള ധവളപത്രമാണ് ഇന്ന് നിയമസഭയിൽ വെക്കുന്നത്. KM ചന്ദ്രശേഖർ അധ്യക്ഷനായ സമിതി തയ്യാറാക്കിയ ധവളപത്രത്തിൽ സാമ്പത്തിക പ്രതിസന്ധിക്കുള്ള പരിഹാര നിർദ്ദേശങ്ങളും ഉണ്ടാകും. രാവിലെ 8-ന് ചേരുന്ന മന്ത്രിസഭാ യോഗം ധവളപത്രത്തിന് അന്തിമ അംഗീകാരം നൽകും. സമഗ്ര പരിഷ്കാരത്തിന് റിപ്പോർട്ടിൽ ശുപാർശയുണ്ട് എന്നതാണ് സൂചന. അപർണ KS ആണ് വിവരങ്ങൾ നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് വടകര മണ്ഡലത്തിൽ വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചു എന്ന കേസിൽ പ്രത്യേക അന്വേഷണ സംഘം യോഗം ചേർന്ന ശേഷം നാളെ കേസെടുത്തേക്കും. കുറ്റ്യാടി MLA പാറക്കൽ അബ്ദുള്ള കേസിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും നൽകിയ നിവേദനത്തെ തുടർന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ സർക്കാർ നിയമിച്ചത്. അന്വേഷണ ചുമതലയുള്ള ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP T മനോഹരന്റെ നേതൃത്വത്തിലാണ് യോഗം ചേരുക. നേരത്തെ നടന്ന അന്വേഷണത്തിൽ കാഫിർ സ്ക്രീൻഷോട്ട് ആരാണ് നിർമ്മിച്ചത് എന്ന് കണ്ടെത്താനായിരുന്നില്ല. CPIM-നെ സഹായിക്കാൻ പോലീസിന്റെ ഈ നീക്കമെന്ന് UDF നേരത്തെ ആരോപിച്ചിരുന്നു. തുടർന്നാണ് UDF അധികാരത്തിലെത്തിയതിന് പിന്നാലെ പാറക്കൽ അബ്ദുള്ള MLA സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് നിവേദനം സമർപ്പിച്ചത്. യോഗം ചേരുന്ന പ്രത്യേക അന്വേഷണ സംഘം കേസിന്റെ നിലവിലെ പുരോഗതി വിലയിരുത്തും. ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് വ്യാപകമായ വിമർശനങ്ങളും വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമായതായിരുന്നു വടകരയിലെ വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട്. ഈ കേസിൽ വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചു എന്ന കേസിൽ പ്രത്യേക അന്വേഷണ സംഘം യോഗം ചേർന്ന ശേഷം നാളെ കേസെടുക്കാനുള്ള ഒരു സാധ്യതയാണുള്ളത്. കുറ്റ്യാടി MLA പാറക്കൽ അബ്ദുള്ള കേസിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും നൽകിയ നിവേദനത്തെ തുടർന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ സർക്കാർ നിയമിച്ചത്. അന്വേഷണ ചുമതലയുള്ള ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP T മനോഹരന്റെ നേതൃത്വത്തിലാണ് നാളെ യോഗം ചേരുന്നത്. നേരത്തെ നടന്ന അന്വേഷണത്തിൽ കാഫിർ സ്ക്രീൻഷോട്ട് ആരാണ് നിർമ്മിച്ചത് എന്ന് കണ്ടെത്താനായിരുന്നില്ല. ഇത് CPIM-നെ സഹായിക്കാനാണ് പോലീസിന്റെ ഈ ഒരു നീക്കം എന്ന് UDF നേരത്തെ തന്നെ ആരോപണങ്ങളടക്കം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് UDF അധികാരത്തിലെത്തിയതിന് പിന്നാലെ പാറക്കൽ അബ്ദുള്ള സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട നിവേദനം സമർപ്പിച്ചത്. യോഗം ചേരുന്ന പ്രത്യേക അന്വേഷണ സംഘം കേസിന്റെ നിലവിലെ പുരോഗതി അടക്കം വിലയിരുത്തും.